ബഹുമാനികളെ, അള്ളാഹുവിൻ്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് ഹജ്ജ് മാസത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ പ്രവേശിക്കാൻ ആയുസ്സും ആരോഗ്യവും അള്ളാഹു നൽകി കഴിഞ്ഞു. അള്ളാഹു തആല ഇനിയുള്ള ശിഷ്ട ജീവിതത്തിൽ ഒരുപാട് അമാലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. മരിച്ചുപോയ ഹംസ ഹാജി അടക്കമുള്ള ഖബറാളികൾക്കൊക്കെ അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകുമാറാവട്ടെ. ജീവിതത്തിൽ തുന്നിച്ചേർക്കാൻ പറ്റുന്ന മറ്റൊരു അമലാണ് സ്വലാത്തുൽ അവ്വാബീൻ. അവ്വാബീൻ നിസ്കാരത്തിന്റെ സമയം ഇശാ മഗ്രിബിന്റെ ഇടയിലാണ്. ഹിയ സ്വലാത്തുൽ ഓഫുല, അത് ഓഫുലത്തിന്റെ നിസ്കാരം എന്നാ. ശ്രദ്ധയുള്ള ആളുകൾ അശ്രദ്ധമാകുന്ന ടൈമാണിത്. ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ആ സമയത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇശാ മഗ്രിബിന്റെ ഇടയിൽ പണ്ട് കാലത്തൊക്കെ ഓത്തും പാട്ടും വായനകളൊക്കെ മാലകളൊക്കെ നമ്മളെ വീടുകളിൽ നിന്ന് കേൾക്കാമായിരുന്നു. ഊടുവഴികളിലൂടെയൊക്കെ പോകുമ്പോൾ നഫീസത്ത് മാലയും യാസീൻ പാരായണങ്ങളൊക്കെ കേട്ടിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറിപ്പോയി. സമയം വളരെ വിലപ്പെട്ടതാണ്. കുറഞ്ഞ ടൈമേ ഉള്ളൂ ഇശാ ബാങ്ക് കൊടുക്കാൻ. മഗ്രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇശാ ഇന്ന് കുറച്ച് ടൈമേ ഉള്ളൂ. ആ ടൈമിൽ നിസ്കരിക്കുന്ന ഒരു നിസ്കാരമുണ്ട്, അതിൻ്റെ പേരാണ് അവ്വാബീൻ. അള്ളാഹുവിലേക്ക് കൂടുതൽ ഖേദിച്ച് മടങ്ങുക എന്നതിൻ്റെ അർത്ഥം. തൗബന്നെ. അള്ളാഹുവിലേക്ക് കൂടുതൽ ഖേദിച്ച് മടങ്ങുന്നവൻ. ആ നിസ്കാരം നിസ്കരിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടാ. നാടന്മാരുണ്ട്, മുലിയക്കന്മാരുണ്ട്, തങ്ങന്മാരുണ്ട്. 3 ഐറ്റം ആളുകളുണ്ട്. നമുക്കുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം, വിഷയങ്ങൾ പറയാം. 20 റക്അ, 20 റക്അത്താണത്. തറാവീഹ് നിസ്കരിച്ചമാര് തന്നെ 20 റക്അത്ത്. ബൈനൽ ഇശാഅൈനി, ഇശാഅൈനി എന്നാൽ മഗ്രിബിനും ഇശാവിനും പറയുന്ന പേരാണ്. 2 കാരം. ആ 2 കാരത്തിന്റെ ഇടയിലാണ്. റുവിയത്ത് സിത്തൻ, 6 എന്ന റിപ്പോർട്ടുണ്ട്. 6 വേണമെങ്കിൽ കൂടാം, 20 വേണമെങ്കിൽ പിടിക്കാം, 6 വേണമെങ്കിൽ കൂടാം. അർബഅൻ, 4 എന്ന അഭിപ്രായമുണ്ട്. അയിമലും വേണമെങ്കിൽ പിടിക്കാം. നിയ്യത്ത് എന്താ വെക്കേണ്ടത്? അവ്വാബീൻ എന്ന സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. റക്അതൈനി, 2 ഉണ്ട്. വഹുമ അൽ അഖല്ലു, 2 ഏറ്റവും കുറഞ്ഞത്. ഇതിന്റെ കൂലി ഈ കിതാബിൽ പരിശോധിച്ച് നോക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവ്വാബി നിസ്കാരത്തിന് നൽകിയ പ്രതിഫലം ബഹുമാനപ്പെട്ട ബുഖാരി, മുസ്ലിം, തിർമുദി, ഇബ്നു മാജ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, മൻ സ്വല്ല, റസൂലുള്ളാഹി പറയാണ് കേട്ടോ, മൻ സ്വല്ല ബഅദൽ മഗ്രിബ്, മഗ്രിബിന് ശേഷം ഒരാൾ നിസ്കരിച്ച 6 റക്അത്തിൻ, 6 റക്അത്ത്. ഇവിടെ 20 പറഞ്ഞിട്ടില്ല. റക്അത്തിന്റെ എണ്ണം നമ്മൾ ഫിഖ്ഹിൽ പറഞ്ഞു എന്ന് പറഞ്ഞാണ് 20, പിന്നെ 6, 4, 2. 6 റക്അത്തി, 6 റക്അത്ത് ഒരാൾ നിസ്കരിച്ചാൽ ലം യതകല്ലം ഫീമാ ബൈനഹുന്ന, ഇശാ മഗ്രിബിന്റെ ഇടയിൽ അവൻ വേറൊന്നും സംസാരിച്ചിട്ടില്ല. സംസാരത്തെ പേടിക്കുന്ന ഒരു സമയമാണത്. ഇപ്പോഴും നാളെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ സമസ്തയുടെ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, ഇന്നലെ ഉസ്താദിന്റെ കൂടെ ഞാനും ഒരു വേദിയിൽ പങ്കെടുത്തു. എവിടെ ജോലി ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ തോരക്കുന്ന് എന്നല്ല, ഞാൻ ആ പേര് മാറ്റി. മസ്ഊദ് സഖാഫിനെ മറയുന്ന പള്ളിയിലാണ് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അപ്പൊ അവിടെ പള്ളിക്കൊരു അഡ്രസ്സായിപ്പോ. അവര് മാത്രമല്ല, കുറേ ആളുകൾ ചോദിച്ചു. അവർക്കൊക്കെ ഞാനിത് പറഞ്ഞു കൊടുത്തു. അൽഹംദുലില്ലാഹ്, ഭാഗ്യവാനാണ് അയാൾ കേട്ടോ എന്ന് പറഞ്ഞു. അവരൊക്കെ ഒരു മൂല്യരെ നിക്കാഹേന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ദീർഘ ആയുസ്സ് ആഫിയത്തോടു കൂടെ നൽകട്ടെ. ഇപ്പോഴും ദർസ് നടത്തുകയാണ്. ഒരു ദിവസം മഗ്രിബിന്റെ നേരത്ത് അതിക്കൂടെ സിയാറത്തിന് പോയപ്പോ ഒതുക്കുങ്ങ കോളേജിലേക്ക് കയറിയിട്ട് ഉസ്താദിനോട് സംസാരിക്കാൻ വേണ്ടി പറ്റുമോ ചോദിച്ചു ഞാൻ ഖാദിമിനോട്. ഖാദിം പറഞ്ഞു, ഉസ്താദ് അവ്വാബി നിസ്കാരത്തിലാണ്, ഇപ്പൊ സംസാരിക്കൂല, ഇശാ വരെ സംസാരിക്കൂല. വേണമെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കും ചിന്തിക്കാം, അങ്ങനെ ഇന്നലെ വരെ ഇല്ലാത്ത ഒരു അമല് ഇന്ന് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ അതിന്റെ പ്രതിഫലം പറയാണ്. ഖബല അൻ യതകല്ലമ, സംസാരിക്കുന്നതിന്റെ മുമ്പ്.
ആരെങ്കിലും ഈ റക്അത്തുകളുടെ എണ്ണം വെച്ച് നിസ്കരിച്ചാൽ അദ്ദേഹത്തിന് നൽകപ്പെടുന്ന പ്രതിഫലം ബിഇബാദത്തി 12 സന, 12 കൊല്ലം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത പ്രതിഫലം നൽകുന്നു. ഖാല റസൂലുള്ളാഹി 12 കൊല്ലം. തറാവീഹിനും കൂടി കിട്ടാത്ത വലിയ ഓഫറാണ്. സുബ്ഹാനല്ലാഹ്. അടുത്ത തൊട്ട ഹദീസ് പറയാണ്, ഇതേ അതിന്റെ ഷർത്ത് എന്താ അറിയോ? സംസാരിക്കാൻ പാടില്ല. സംസാരിക്കണതിന് മുമ്പ് ഇത്ര റക്അത്ത് നിസ്കരിച്ചാൽ ഉഫിറ ലഹു ദുനൂബ 50 സന, 50 കൊല്ലത്തെ ദോഷങ്ങൾ അല്ലാഹു തആല പൊറുക്കപ്പെടും. വഅലമു യാ ഉമ്മത്ത മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമുർ റഹ്മാനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങളുടെ സമയത്തിന്റെ വേഗത വളരെ വലുതാണ്. സ്പീഡായി സംസാരങ്ങളില്ല. സംസാരിച്ചുകൊണ്ടും അല്ലാതെയും സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം നമ്മളും ഈ ദുന്യാവുന്ന് അങ്ങോട്ട് പോവും. എപ്പോഴാണ് നമ്മുടെ മടക്കയാത്ര നമുക്ക് അറിഞ്ഞൂടാ. ഞെട്ടച്ചു വീഴുന്ന മരണങ്ങൾ അല്ലാഹു നമുക്ക് തരാതിരിക്കട്ടെ. പെട്ടെന്ന് ഞെട്ടിപ്പൊട്ടി ഇലകൾ വീഴുന്നത് പോലെയുള്ള മൗത്ത് ഞങ്ങൾക്കാർക്കും നീ നൽകല്ല അല്ലാഹ്. മരണത്തിന്റെ മുന്നോടിയായി ചെറിയൊരു സിഗ്നലെങ്കിലും ഞങ്ങൾക്ക് നീ അറിയിച്ചു തരണേ അല്ലാഹ്. കടബാധ്യതയുള്ളവരാണ് റബ്ബേ, കടത്തോടുകൂടെ നീ മരിപ്പിക്കല്ല അല്ലാഹ്. പള്ളിയുടെ ഉദ്ഘാടനം കാണാൻ കൊതിവെച്ച് പൂതിവെച്ച് അതിന്റെ മുമ്പ് നീ വിളിച്ചു കൊണ്ടുപോയവർ ഒരുപാടുണ്ട് അല്ലാഹ്. പള്ളി ഇതിനേക്കാൾ വലിയ ഉദ്ഘാടനം സ്വർഗത്തിൽ വെച്ചവർക്ക് നീ നൽകണേ അല്ലാഹ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിലേക്ക് അവർ പാറി ചെന്നതാണ് ഞങ്ങൾ സങ്കല്പിക്കുന്നു. അല്ലാഹുവേ, അവരെ നീ സ്വർഗത്തിൽ കടത്തണേ അല്ലാഹ്. സ്വർഗീയ അനുഭൂതികൾ അവർക്ക് നീ നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളുടെ ആയുസ് എപ്പോഴാണ് കുറയുന്നത് ഞങ്ങൾക്കറിയില്ല. ഒരുപാട് സ്തുത്യർഹമായ മഹാസിനുകൾ, ഗുണകരമായ കാര്യങ്ങൾ ഞങ്ങളെക്കൊണ്ട് നീ ചെയ്യിപ്പിക്കണേ അല്ലാഹ്. അതിനാണ് ഞങ്ങൾ ഈ സുന്നത്തുകളെ പോരിശകളും മറ്റും പറഞ്ഞ് ക്ലാസ് എടുക്കുന്നത്. ഞങ്ങൾക്ക് നീ ഫലിപ്പിക്കണേ റബ്ബേ. ഒരു 2 റക്അത്തെങ്കിലും മവ്വാബീൻ നീയത്ത് വെച്ച് നിസ്കരിക്കാനുള്ള ഒരു അറിവ് ഉപകാരപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നാടിനും ഞങ്ങളെ മഹല്ലിനും ഞങ്ങളെ മഹല്ലത്തിലുള്ള ഓരോ വീട്ടുകാർക്കും ഇതിന്റെ ഗുണങ്ങൾ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, വലിയൊരുനാളാണ് വരുന്നത്. ഇനി ഞങ്ങൾക്ക് അടുത്ത അമലുള്ളത് ഉദൂഹിയത്ത് കർമ്മമാണ്. അല്ലാഹുവേ, ശ്രേഷ്ഠകരമായ ആരാധനകളൊക്കെ കൈവെക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന്. അൽ കഹ്ഫ് ഓതണം. വെള്ള വസ്ത്രം ധരിച്ച് ജുമാഅക്ക് വരണം. നേരത്തെ പള്ളിയിലെത്തണം. ഒരുപാട് സുന്നത്തുകളുണ്ട് വെള്ളിയാഴ്ചക്ക്. അതൊക്കെ കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ദുനിയാവും ആഖിറവും സന്തോഷത്തിലാക്കി തരണേ അല്ലാഹ്. ചെയ്യുന്ന ഏർപ്പാടുകളിലൊക്കെ ബറകാത്തുകൾ നിറക്കണേ അല്ലാഹ്. ഐശ്വര്യങ്ങൾ നിറക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. പള്ളിയെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീയും സഹായിക്കണേ അല്ലാഹ്. ദർസിന്ന് മഗ്രിബോട് കൂടെ തുറക്കുകയാണ്. അല്ലാഹുവേ, ബറക്കത്തുള്ള പ്രവേശനമാക്കി തരണേ അല്ലാഹ്. ഐശ്വര്യമുള്ള റാഹത്തുള്ള വർഷമാക്കി തരണേ അല്ലാഹ്. അല്ലാഹ്, ഞങ്ങളെ എല്ലാ നിയ്യത്തുകളും നീ നന്നാക്കി തരണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.